ഒരു കാര്യത്തിൽ ആദ്യം തന്നെ നമുക്കൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അൻസിബ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അതായത് സിജോയുടെ ഭാഗത്ത് തെറ്റുണ്ട്, അതുകൊണ്ടാണ് സിജോ പരാതിയില്ലെന്ന് പറഞ്ഞത് എന്ന. അതായത് സിജോ ഈ പറയുന്ന റോക്കിയുടെ ബോഡിയിൽ ടച്ച് ചെയ്തത് കൊണ്ടാണ് റോക്കി പഞ്ച് ചെയ്തത് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ലൈവിൽ ശ്രമിക്കുന്നുണ്ട്. പൊന്ന് അൻസിബ, അതങ്ങനെ വർക്കൗട്ട് ആവത്തില്ല. സീസൺ 4 റോബിൻ ഇറങ്ങി വരുമ്പോൾ റോബിൻ്റെ കുറുകെ നിന്നിട്ട് റോബിൻ്റെ ദേഹത്ത് കയറി പിടിച്ച് റോബിനെ തടഞ്ഞു നിർത്തിയതാണ് നമ്മുടെ റിയാസ്. ആ സമയത്ത് വഴി തടഞ്ഞു നിന്ന ആ റിയാസിനെയാണ് റോബിൻ പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. പഞ്ച് ചെയ്തിട്ടില്ല, കൈ മുറുക്കിയിട്ടില്ല. ആ തള്ളിയ സമയത്ത് റോബിൻ്റെ വിരല് താടിയിൽ തട്ടുന്നുണ്ട് റിയാസിൻ്റെ. നമ്മളത് ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. പക്ഷെ അത് ഫിസിക്കൽ അസോൾട്ട് എന്ന് റിയാസ് അപ്പോൾ തന്നെ അപ്പീൽ ചെയ്യുകയും ബിഗ് ബോസ് അത് സ്വീകരിക്കുകയും അങ്ങനെ റോബിനെ പുറത്താക്കുകയും ചെയ്തു. ഇവിടെ സിജോ ജസ്റ്റ് ഒരു വാക്ക് സിമ്പിളായിട്ട് ഇയാൾ എന്നെ അടിച്ചു, എനിക്ക് നിയമപരമായി കേസ് കൊടുക്കണം, ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ ബിഗ് ബോസ് ഡിസിഷൻ എടുത്തേ പറ്റൂ. ഒരാളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നത് ഒരിക്കലും അയാളെ ഇടിക്കാനുള്ള ഒരു കാരണമല്ല. നിങ്ങൾക്ക് സെൽഫ് ഡിഫെൻസിനെ കുറിച്ച് അറിയാമോ? ഇപ്പം നിങ്ങളുടെ ജീവന് ഹാനികരമാവുന്ന രീതിയിൽ ഒരാൾ നിങ്ങളെ ആക്രമിച്ചാൽ അതിനെ തടയാൻ നിങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ട്. അതേ സമയത്ത് ഒരാൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളെ കയ്യിൽ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൊടുകയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നി അയാൾ നിങ്ങളെ ആക്രമിക്കാൻ വന്നതാണെന്ന് തോന്നി. അപ്പം നിങ്ങൾ തറയിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് അയാളെ മണ്ടയ്ക്ക് അടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ കൈ മുറുക്കി അയാളുടെ മൂക്കാമണ്ടയ്ക്ക് ഇടിച്ചു കൊടുത്തു. അതൊരിക്കലും സെൽഫ് ഡിഫെൻസ് അല്ല. മറിച്ച് ആ ഒരാൾ വന്നിട്ട് നിങ്ങളെ ഇടിക്കുകയാണെന്ന് വെച്ചോ, നിങ്ങളുടെ മുഖത്തൊരിടി ഇടിച്ചു, രണ്ടാമതും അയാൾ ഇടിക്കാൻ വരുമ്പോൾ അയാളെ തടഞ്ഞിട്ട് നിങ്ങളൊരു ചവിട്ട് കൊടുത്തു, അയാളെ തെറിച്ച് തറയിൽ വീണു. അതൊരിക്കലും ഒരു നിയമപരമായി നിങ്ങൾ ചെയ്തത് തെറ്റല്ല. കാരണം അത് സെൽഫ് ഡിഫെൻസ് ആണ്. അയാൾ നിങ്ങളെ പഞ്ച് ചെയ്തു, വീണ്ടും അയാൾ ആക്രമിക്കാൻ വരികയാണ്. നിങ്ങൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യണം? സെൽഫ് ഡിഫെൻസ് ചെയ്യണം. ഇവിടെ റോക്കി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ സിജോയെ പഞ്ച് ചെയ്തത്? പഞ്ച് ചെയ്തതിന് റോക്കി പറയുന്ന റീസൺ എന്താണ്? റോക്കിയുടെ ദേഹത്ത് തൊട്ടു എന്ന് പറയുന്നത് ഒരിക്കലും ഒഫൻസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബിഗ് ബോസ് വീടിനകത്ത് ജസ്റ്റ് ഒരാളെ ടച്ച് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഒഫൻസ് അല്ല. അവിടെ പ്രൊവോക്കിംഗ് ഗെയിമാണ് നടക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് രാവിലെ മുതൽ റോക്കി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അപ്സരയെ ആരാണ് പ്രൊവോക്ക് ചെയ്ത് തുടങ്ങിയത്? കിച്ചൺ ടീമിനെ ആരാണ് പ്രൊവോക്ക് ചെയ്ത് തുടങ്ങിയത്? ആരാണ് സിജോയെ പ്രൊവോക്ക് ചെയ്ത് തുടങ്ങിയത്? നമ്മളും ലൈവ് കണ്ടോണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് അൻസിബ പറയാണ് രാവിലെ തൊട്ട് എല്ലാവരും കൂടെ ആ മനുഷ്യനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. ആരും ആ മനുഷ്യനെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. റോക്കി കരഞ്ഞപ്പോൾ നമുക്കൊക്കെ സങ്കടമായി എന്നുള്ളത് സത്യം തന്നെയാണ്. എന്ന് പറഞ്ഞിട്ട് ന്യായമായിട്ട് പറയണം. റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നത് തീർച്ചയായിട്ടും മലയാളം ബിഗ് ബോസ് ഓഡിയൻസിന് നഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും സത്യമായി പറയണം, ന്യായമായി പറയണം. റോക്കിയാണ് രാവിലെ തൊട്ട് ഓരോരുത്തരെയായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നത്, അപ്സര അടക്കം. എന്നിട്ട് റോക്കി അവരെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? റോക്കി പ്രൊവോക്ക് ആവുകയും റോക്കി അവിടെ നിയമലംഘനം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് സിജോയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് സിജോ പരാതി ഇല്ലെന്നൊക്കെ പറഞ്ഞ് അപ്സര അതിനെ വളച്ചൊടിച്ച് കരയുന്ന കണ്ടപ്പോൾ സത്യം പറയാലോ, അത് വെറും ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇനിയിപ്പോൾ ഇങ്ങനെ പുറത്താവുന്നവർക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ട് കിട്ടുമെന്നാണല്ലോ വെപ്പ്. അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിൽ ആ വകയ്ക്ക് 4 വോട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. പക്ഷെ അത് വെറും തരികട പരിപാടിയായിപ്പോയി. ന്യായമായി പറയണം. അവിടെ ആരും റോക്കിയുടെ തലയിൽ കുതിര കയറാൻ പോയിട്ടില്ല. റോക്കിക്ക് അവിടെ വലിയൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. റോക്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുടിയനുണ്ട്, അൻസിബയുണ്ട്, അർജുനുണ്ട്. ഇവരൊക്കെ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ സിജോ അടക്കമുള്ളവര് റോക്കിയുടെ ഒപ്പമാണ് നിന്നത്. അവിടെ പോലും റോക്കി ഒറ്റപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാം. ജാസ്മിനും ഗബ്രിയുമാണ് ഒറ്റപ്പെട്ടത്. അപ്പൊ അവിടെ ഒരിക്കലും റോക്കി ഒറ്റപ്പെട്ട് നിന്നിട്ടില്ല. റോക്കി അവിടെ ആരും ചേർന്ന് റോക്കിയുടെ തലയിലേക്ക് കുതിര കയറാൻ പോയിട്ടില്ല. മറിച്ച് റോക്കിയാണ് രാവിലെ തൊട്ട് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. അത് ഇവര് തന്നെ പറയുന്നുമുണ്ട്, റോക്കിയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണെന്ന് അർജുൻ പോയിട്ട് ഇന്ന് സിജോയുടെ അടുത്ത് പറയുന്നുണ്ട്. പുള്ളി അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനെ പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്തിട്ട് സിജോ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ, ഇനി പിടിച്ചു തള്ളി എന്നൊക്കെ ആണെങ്കിലും ഓക്കെ, എങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല പറയുന്നത്. പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ പ്രൊവോക്ക് ആവും ചിലർ, ചിലപ്പോൾ തിരിച്ചിടിക്കും, നെഞ്ചിലൊക്കെ പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ. ഇത് ജസ്റ്റ് ഇങ്ങനെ തോളത്തോ അല്ലെങ്കിൽ മുതുകത്തോ ഇങ്ങനെ കൈ ഇങ്ങനെ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്രയും വലിയൊരു ഇടി. പോട്ടെ, നീ ഒന്ന് പിടിച്ചു തള്ളു. അപ്പൊ ഇത്രയും വലിയൊരു ഇടി ഇടിച്ചിട്ട് ഇടി കൊണ്ടൊരുത്തൻ അവിടെ ഒരു മൂലയിൽ ഇരിപ്പുണ്ട്. അവനോട് ആർക്കും സഹതാപമില്ല, എല്ലാവർക്കും സഹതാപം. ഇടിച്ചിട്ട് കൺഫെഷൻ റൂമിൽ പോയി കരഞ്ഞ ആളോടോ. ഇടി കിട്ടിയ ഒരുത്തൻ ഈ സമൂഹത്തിലേക്ക് നാളെ ഇറങ്ങി പോകാനുള്ളതല്ലേ. നാളെ അവനെ നോക്കി അയ്യേ തല്ലുകൊള്ളിയെന്ന് ആൾക്കാർ കളിയാക്കില്ലെന്ന് ആര് കണ്ടു? നീ മറ്റേ ബിഗ് ബോസിൽ പോയി അടി വാങ്ങിച്ചവനല്ലേ എന്ന് പറയില്ല എന്ന് ആര് കണ്ടു? ഇനി ഇതേ വ്യക്തി തന്നെ ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നീ എന്റെ അടി കൊണ്ടവനല്ലേ എന്ന് ആറ്റിറ്റ്യൂഡിൽ അയാൾ ഗെയിം കളിക്കില്ല എന്ന് ആര് കണ്ടു?
അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ പറയരുത്. മാനുഷിക പരിഗണന കൊടുക്കാൻ സിജോ തയ്യാറായാൽ അതിനെ റെസ്പെക്ട് ചെയ്യാണ് വേണ്ടത്. അയാളോട് ബഹുമാനത്തോടെ അതിന് നന്ദി പറയുകയാണ് ആരായാലും ചെയ്യേണ്ടത്. ഇയാൾ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ. ഇപ്പൊ റോക്കി എന്ന് പറയുന്ന അയാൾ ഇത്രയും നല്ല രീതിയിൽ അടിച്ചിട്ടും ഒരു പരാതി ഇല്ലാന്ന് ആ ചെറുപ്പക്കാരൻ എണീറ്റ് നിന്ന് പറഞ്ഞത് അത് അവന്റെ മാന്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവനിപ്പോൾ അവിടെ പരാതി ഉണ്ട് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ബിഗ് ബോസ് തീരുമാനിക്കൂ എന്നും പറയാം. അങ്ങനെ പറഞ്ഞാലും സത്യത്തിൽ അവനെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം റോക്കി ഇടിക്കാൻ വേണ്ടി ഒരു തെറ്റ് അവിടെ സിജോ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓഡിയൻസ് പൊട്ടന്മാരല്ലല്ലോ, നമ്മൾ കാണുന്ന കാര്യമല്ലേ. റോക്കിയുടെ കയ്യിൽ നിന്ന് പോയി, അത് തെറ്റിനെ തെറ്റെന്നങ്ങ് സമ്മതിക്കുക, മാപ്പ് പറയുക, എന്നിട്ട് എന്താണ് മാർഗം നോക്കുക. അതല്ലാതെ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ന്യായീകരിക്കാൻ നിന്നാൽ പ്രശ്നമാണ്. സീസൺ 4 കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഒഫൻസും അല്ലായിരുന്നു സീസൺ 4 നടന്നത്. അത് ജസ്റ്റ് ഒരു പുഷാണ്, ഒന്ന് തള്ളിയതേ ഉള്ളൂ. പക്ഷെ റിയാസ് ഒറ്റക്കാലിൽ നിന്ന് സമരം ചെയ്താണ് പുറത്താക്കിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് എത്ര ഗുരുതരമാണ്. നിങ്ങൾ എത്ര ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് ഒരു സഹ മത്സരാർത്ഥി കൈ മുറുക്കി ഒരുത്തന്റെ മോന്തയ്ക്ക് ഇടിക്കുന്നത്? നിങ്ങൾ എത്ര ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്? ഈ ബിഗ് ബോസ് ഹിന്ദിയും തമിഴും തെലുങ്കും ഒക്കെ കാണുന്നവർ പറയൂ. അതായത് ചെറിയ ഉന്തും തള്ളും, ചെറിയ പുഷിങ്ങോ അടിയോ ഇടിയോ ഒക്കെ പല ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഇന്റൻഷനലി കൈ മുറുക്കി ഒരുത്തന്റെ മോന്തക്കിട്ടിടിക്കുന്നത് എത്ര സീസണുകളിൽ നടന്നിട്ടുണ്ടോ നോക്കൂ. മലയാളത്തിൽ നടന്നിട്ടുണ്ടോ? ഇന്നേ വരെ ഇല്ല. അപ്പൊ ആ ചെയ്ത തെറ്റ് തന്നെയാണ്, അത് ഗുരുതരമായ തെറ്റാണ്. അതിനെയൊക്കെ വന്നിരുന്ന വോട്ടിന് വേണ്ടി ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.